നമസ്തേ, ബ്രഹ്മ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2025 ഡിസംബർ 5 മുതൽ വ്യാഴം മിഥുനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയ കാലഘട്ടമാണ്. ഇപ്പോൾ വ്യാഴം സ്ഥിതി ചെയ്യുന്ന രാശിയിൽ വക്രഗതി മൂലം ശുഭാനുഭവങ്ങൾ ലഭിക്കേണ്ട ചില നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിച്ച ഫലങ്ങൾ കിട്ടുന്നില്ല. എന്നാൽ വക്രഗതി മാറി നേർരേഖയിലേക്ക് ഈ രാശിയിൽ തന്നെ നിലനിന്ന് അനുഗ്രഹങ്ങൾ ചൊരിയാനായി വ്യാഴം 2026 മാർച്ച് 11 മുതൽ തുനിയുകയാണ്. വക്രഗതി നീങ്ങി നേർഗതിയിലേക്ക് വന്നു ചേരുന്ന വ്യാഴം ഈ തീയതിക്ക് മുമ്പ് തന്നെ കാര്യങ്ങൾ ഭേദപ്പെടുത്തുന്നതാണ്. 2026 ജൂൺ 2-നാണ് വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കടകം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നത്. കർക്കിടകത്തിൽ വ്യാഴം ഉച്ചനായി നിൽക്കുകയാണ്. എന്നിരുന്നാലും നിങ്ങളുടെ ഗ്രഹനിലകൾ പരിശോധിച്ച് ദശയും അപഹാരവും അറിഞ്ഞ് യഥാവിധി വഴിപാടുകളും സമർപ്പിച്ച് കാര്യങ്ങൾ പോസിറ്റീവായി എടുക്കേണ്ടതായുണ്ട്. അതറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ജനന തീയതി, ജനന സമയം, ജന്മസ്ഥലം എന്നിവ അയയ്ക്കുക. സ്വന്തം ഗ്രഹനിലയിൽ ഗ്രഹങ്ങളുടെ സ്ഥിതി മനസ്സിലാക്കി വ്യാഴത്തിന് അനുഗ്രഹവും ലഭിക്കുന്ന നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. അത് ഏതെല്ലാം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രക്കാർക്കാണ് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതെന്ന് പരിശോധിക്കാം. ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാരാണ് കാർത്തികയുടെ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരത്തിന്റെ 1, 2 പാദങ്ങൾ ഉൾപ്പെടുന്ന ഇടവം രാശിക്കാർ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമാധിപനും 11ാം ഭാവാധിപനുമായ വ്യാഴമാണ് 2ാം ഭാവത്തിൽ മിഥുനം രാശിയിൽ ബുധക്ഷേത്രത്തിൽ സംക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. 2026 മാർച്ച് 11-ന് വ്യാഴം വക്രഗതി മാറി നേർരേഖയിലേക്ക് വന്നു ചേരുന്നു. 2ാം ഭാവം എന്നാൽ ധനം, വാക്ക്, കുടുംബം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ്. അതിനാൽ വിവിധ മേഖലകളിൽ നിന്നും ധന ആഗമനം ഉണ്ടാകുന്നതിനും സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നതുമാണ്. ഇതുവരെ ഉണ്ടായിരുന്ന പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടും. കടബാധ്യതകൾ മാറിക്കിട്ടുന്നതാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്നും ധന ആഗമനം ഉണ്ടാകും. അതിനാൽ നിക്ഷേപങ്ങളും ഉണ്ടാകുന്നതാണ്. ആഗ്രഹങ്ങൾ സാധിക്കുകയും ചെയ്യും. മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിച്ചെടുക്കാനാകും. തൻ്റെ വാക്ക് പാലിക്കുന്നതിനും തൻ്റെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണപ്രദമാകുന്നതിനും ഇടയാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാൻ ഇടയുണ്ട്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. വിദ്യാഭ്യാസ നേട്ടം ഉണ്ടാകുന്നതിനും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കും. ആരോഗ്യ കാര്യങ്ങളിലും ഗുണപ്രദമായിരിക്കും. അലട്ടിക്കൊണ്ടിരുന്ന രോഗാരിഷ്ടതകളെല്ലാം ഒരു ആശ്വാസം ലഭിക്കുന്നതാണ്. ബന്ധുക്കളുമായി യോജിച്ചു പോകുന്നതിനും ഇടയാകും. സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം പുലർത്തി കുടുംബത്തിൽ സന്തോഷവും സമാധാനത്തോടെയും മുന്നോട്ടു പോകാൻ സാധിക്കും. കർമ്മരംഗത്ത് വളരെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന സമയം കൂടിയാണിത്. താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ജോലി ലഭിക്കുന്നതിനും നല്ല കർമ്മരംഗം ഉണ്ടാകുന്നതിനും ആഗ്രഹിച്ച പോലെ തന്നെ പദവി മാറ്റം, സ്ഥലം മാറ്റം, ശമ്പള വർധനവ് എന്നിവയെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ഇരിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും. ഏതൊരു സേവന മേഖലയിലാണെങ്കിലും അവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. ഇടവം രാശിക്കാർ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന മേഖലയിൽ എല്ലാം ദൈവാധീനത്തോടെ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ വ്യാഴമാറ്റം. വ്യാഴത്തിന്റെ വക്രഗതി മാറി നേർരേഖയിലേക്ക് സംക്രമിക്കപ്പെടുമ്പോൾ വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശിക്കാരാണ് ചിങ്ങം രാശിക്കാർ. ചിങ്ങം രാശിയിൽപ്പെടുന്ന മകം, പൂരം, ഉത്രത്തിന്റെ 1ാം പാദം ഉൾപ്പെടുന്ന ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവാധിപനും അഷ്ടമാധിപനുമായ വ്യാഴം സർവാഭിഷ്ടസ്ഥാനമായ 11ാം ഭാവത്തിൽ സംക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. സർവാഭിഷ്ടസ്ഥാനമായ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം വളരെയധികം ഗുണാനുഭവങ്ങൾ ചൊരിയുന്നു. ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകും.
നഷ്ടങ്ങൾ കുറയുകയും ധാരാളം ധനം വന്നു ചേരുന്നതിനും ധനനിക്ഷേപങ്ങൾക്കും ശുഭചിലവുകളും ഉണ്ടാകുന്നതുമാണ്. വീട് വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും ഭൂമി സ്വന്തമാക്കുന്നതിനും കൂടാതെ വാഹനം മാറ്റി വാങ്ങുന്നതിനും ഇടയാകുന്ന സമയക്കാലമാണിത്. ബിസിനസ് രംഗത്ത് നല്ല രീതിയിൽ തിളങ്ങാനാകും. ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുന്നതിനും നല്ല നേട്ടങ്ങൾ കൊയ്യുവാനുമാകും. ഇതുവരെ വിവാഹം നടക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ വന്നു ചേരുന്നതിനും മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടുന്നതിനും ഇടയാകും. മംഗല്യഭാഗ്യം തീർച്ചയായും ഉണ്ടാകുന്ന സമയക്കാലം കൂടിയാണിത്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം നീങ്ങിക്കിട്ടും. ഇതുവരെ അകന്നു കഴിഞ്ഞവർ യോജിച്ചു വരുന്നതിനും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതുമായ ഒരു കാലഘട്ടം കൂടിയാണിത്. ഇതുവരെ അലട്ടിക്കൊണ്ടിരുന്ന രോഗപ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാനാകുന്നതുമാണ്. ചികിത്സകൾ ഫലിച്ചു തുടങ്ങും. ആശുപത്രിവാസം ഒഴിയും. അങ്ങനെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും അനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു സമയ കാലഘട്ടമാണ് വ്യാഴം നേർഗതിയിൽ വരുമ്പോൾ ഇവർക്കുണ്ടാകുന്നത്. ഇതുവരെ ഒരു സന്താനത്തിനായി കാത്തിരുന്ന് ചികിത്സകൾ നേടിക്കൊണ്ടിരുന്നവർക്ക് ഒരു ആശ്വാസം ലഭിക്കുന്നതാണ്. സന്താന സൗഭാഗ്യത്തിനുതകുന്ന സമയക്കാലമാണ്. പേരും പ്രശസ്തിയും നല്ല മനസ്സും ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഇടയാകും. പൂർവ്വ സമ്പത്ത് സ്വന്തം പേരിലാകാൻ ഇടയുണ്ട്. ഭൂമി സംബന്ധമായി ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാനാകും. സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ട് നീങ്ങാനാകും. നല്ല യോജിപ്പോടെ മുന്നോട്ട് നീങ്ങുന്നതിനും നല്ല സഹായങ്ങൾ ലഭിക്കുന്നതിനും ഇടയാകും. വ്യാഴം 11 സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുന്ന ഒരു സമയ കാലഘട്ടമാണ്. വ്യാഴത്തിന്റെ വക്രഗതി മാറി നേർരേഖയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശിക്കാരാണ് ചിത്തിരയുടെ 3, 4 പാദങ്ങൾ, ചോതി വിശാഖത്തിന്റെ 1, 2, 3 പാദങ്ങൾ ഉൾപ്പെടുന്ന തുലാം രാശിക്കാർ. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 3ഉം 6ഉം ഭാവാധിപനായ വ്യാഴം 2026 മാർച്ച് 11 മുതൽ ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിൽ നേർരേഖയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുകയാണ്. എല്ലാ ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ഇതുവരെ അലട്ടിക്കൊണ്ടിരുന്ന രോഗങ്ങൾക്കെല്ലാം ഒരു ആശ്വാസം ലഭിക്കുന്നതാണ്. മാനസികമായും ശാരീരികമായും അനുഭവിച്ചു പോന്നിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാനാകും. മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ട് നല്ല ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനാകും. ജീവിതത്തിൽ പലവിധ ഉയർച്ചകളും ഉണ്ടാകുന്നതാണ്. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും മാറി നല്ല സമാധാനം ഉണ്ടാകുന്നതാണ്. സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകുവാനാകും. അവരിൽ നിന്നും എല്ലാ കാര്യത്തിനും സഹായങ്ങളും ലഭിക്കുന്നതാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിന്നിരുന്നുവെങ്കിൽ അവയെല്ലാം നീങ്ങിക്കിട്ടുന്ന ഒരു സമയം കൂടിയാണിത്. കോടതി കേസുകളും വ്യവഹാരങ്ങളോ നിലനിന്നിരുന്നെങ്കിൽ അവയെല്ലാം തനിക്ക് അനുകൂലമായി വിധി വരുന്ന ഒരു സമയമാണ്. ഏതൊരു സേവന മേഖലയിലായിരുന്നാലും അവയിൽ വിജയം കാണാനാകും. കടബാധ്യതകൾ ഒഴിഞ്ഞു പോകും. ശത്രുശല്യം കുറയും. ശത്രുതാ മനോഭാവത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് തനിക്ക് അനുയോജ്യമായ രീതിയിൽ മുന്നോട്ട് പോകാനാകും. വളരെയധികം ദൈവാധീനമുള്ള കാലഘട്ടം കൂടിയാണിത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉയർച്ചകൾ ഉണ്ടാവും. ഉന്നത വിദ്യാഭ്യാസം അനായാസേന സാധ്യമാകും. വിദേശ യോഗവും വന്നു ചേരും. ഉന്നത പഠനത്തിനായോ വിദേശ ജോലിക്കായോ വിദേശ യാത്ര തരപ്പെടാം. ഇതുവരെ കുട്ടികൾ ഉണ്ടാകാതെ ചികിത്സകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ചികിത്സകൾ ഫലപ്രദമാകുന്നതാണ്. സന്താന സൗഭാഗ്യത്തിനുതകുന്ന സമയം കൂടിയാണിത്. ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങും. പേരും പ്രശസ്തിയും ഉണ്ടാകും. ഭൂമി ക്രയവിക്രയം ചെയ്ത് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനും വാഹനം മാറ്റി വാങ്ങുന്നതിനും വസ്തു സ്വന്തം പേരിലാക്കുന്നതിനും വീട് വാങ്ങുന്നതിനോ പുതുക്കി പണിയുന്നതിനോ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സാധിച്ചു കിട്ടുന്നതാണ്.
വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ബന്ധം വന്നു ചേരുന്നതാണ്. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കുവാനുള്ള അവസരങ്ങളും ഉണ്ടാകും. സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങൾ നടന്നു കിട്ടുന്നത് മൂലം സന്താനങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസം സാധ്യമാകുന്നത് വഴിയും അങ്ങനെ അവർക്കുണ്ടാകുന്ന ഉയർച്ചയിൽ സന്തോഷിക്കുവാനാകും. ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം എല്ലാ കാര്യങ്ങളിലും ഭാഗ്യ അനുഭവങ്ങൾ ചൊരിയുന്നതാണ്. ഇനി 2026 മാർച്ച് 11 മുതൽ വ്യാഴത്തിന്റെ വക്രഗതി മാറി നേർ സഞ്ചാരത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന അടുത്ത നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ 1-ാം പാദം ഉൾപ്പെടുന്ന ധനുരാശിക്കാർ. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശ്യാധിപനും 4-ാം ഭാവാധിപനുമായ വ്യാഴമാണ് 7-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത്. മാനസികമായിട്ടും ശാരീരികമായിട്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ആശ്വാസം ലഭിക്കുന്നതാണ്. നല്ല മാറ്റങ്ങൾ കാണുവാനാകും. കർമ്മരംഗത്ത് ഇപ്പോൾ അനുഭവിച്ചു പോരുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒരു ആശ്വാസം ലഭിക്കുന്നതാണ്. ശാരീരിക അസ്വസ്ഥതകൾ എല്ലാം മാറി ഒരു ആശ്വാസം ലഭിക്കുന്നതാണ്. നല്ല ഊർജ്ജസ്വലതയോടും ആത്മവിശ്വാസത്തോടെയും കാര്യങ്ങൾ ധൈര്യപൂർവ്വം ഇറങ്ങി പുറപ്പെടുകയാണ് വേണ്ടത്. കർമ്മമേഖലയിൽ ഉയർച്ചകൾ ഉണ്ടാകും. പുതിയ ജോലിക്കായി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതാണ്. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ആഗ്രഹം സാധിക്കും. സ്വന്തമായി ഒരു ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും സാധ്യമാകുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കഴിയും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ബിസിനസ് രംഗത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും. പാർട്ട്നേഴ്സുമായി യോജിപ്പോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ്. എല്ലാ സുഖാനുഭവങ്ങളും ലഭിക്കാൻ ഇടയായ കാലം കൂടിയാണിത്. അമ്മയിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാം. കുടുംബത്ത് സന്തോഷവും സമാധാനവും ലഭിക്കും. ഇതുവരെ വിവാഹം നടക്കാതെ അനുയോജ്യമായ ആളെ കണ്ടെത്താനാകാതെ വിഷമിച്ചിരുന്നവർക്ക് അനുയോജ്യമായ വിവാഹാലോചനകൾ വന്നു ചേരുന്നതിനും മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടുന്നതിനും ഇടയാകും. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം നീങ്ങി യോജിച്ചു മുന്നോട്ട് പോകാനാകും. എല്ലാ ദാമ്പത്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാകും. ജീവിത പങ്കാളിയിൽ നിന്നും ബിസിനസ് പങ്കാളിയിൽ നിന്നുമായാലും സഹായങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. പുനർവിവാഹത്തിനായി കാത്തിരിക്കുന്നവർക്കും ഗുണകരമാണ്. എല്ലാവിധ സുഖ സൗകര്യങ്ങളും വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വീട് വാങ്ങുന്നതിനും ഭൂമി സ്വന്തം പേരിലാക്കുന്നതിനും അല്ലെങ്കിൽ ഭൂമി ക്രയവിക്രയം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വാഹനം മാറ്റി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ആ ആഗ്രഹം സാധിച്ചു കിട്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. യാത്രകൾ ചെയ്യേണ്ടതായി വരും. സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ട് പോകുവാനാകും. താൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുന്ന ഒരു കാലഘട്ടം പൂർവ്വ പുണ്യഭാഗ്യത്തോടുകൂടി എല്ലാം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ധനുക്കൂറുകാർക്ക് ഇപ്പോൾ വരാൻ പോകുന്നത്. അടുത്തതായി വ്യാഴത്തിന്റെ വക്രഗതി മാറി നേർ സഞ്ചാരത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശിയാണ് കുംഭം രാശി. അവിട്ടത്തിന്റെ 3-4 പാദങ്ങൾ, ചതയം പൂരുരുട്ടാതിയുടെ 1, 2, 3 പാദങ്ങൾ ഉൾപ്പെടുന്ന കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2ഉം 11ഉം ഭാവാധിപനായ വ്യാഴമാണ് 5-ാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നത്. 7.5 ശനിക്കാലം തുടർന്നുണ്ടെങ്കിലും 5ലെ വ്യാഴം ഗുണാനുഭവങ്ങൾ ചൊരിയുന്നതാണ്. അപ്രതീക്ഷിതമായ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായ ഉയർച്ചകൾ ഉണ്ടാകുന്നതാണ്. പലവിധ മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. പല സ്രോതസ്സുകളിൽ നിന്നും ധന ആഗമനം ഉണ്ടാകും. വാക്കു പാലിക്കാൻ നിഷ്പ്രയാസം സാധിക്കും. തന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. മാനസികമായും ശാരീരികമായും നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന കാലം. പേരും പ്രശസ്തിയും സുഖം സന്തോഷം എന്നിവ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണിത്. മംഗളകാര്യങ്ങൾ കുടുംബത്ത് നടന്നു കിട്ടും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് തനിക്ക് അനുയോജ്യമായവ തന്നെ വന്നു ചേരുന്നതാണ്. പുനർവിവാഹത്തിന് കാത്തിരിക്കുന്നവർക്കും ആഗ്രഹം സാധിക്കും. സന്താന സൗഭാഗ്യത്തിന് ഉതകുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്.
സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കുവാനുള്ള അവസരങ്ങളും ലഭിക്കുന്നതാണ്. മക്കളുടെ വിവാഹം നടന്നു കിട്ടുന്നത് വഴിയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കുന്നത് വഴിയും സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകും. വിദേശ യാത്രകളൊക്കെ തരപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനായും തൊഴിൽ ആവശ്യങ്ങൾക്കായും വിദേശയാത്ര തരപ്പെടും. സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ട് പോകുവാനാകും. പൂർവ പുണ്യങ്ങൾ എല്ലാം ലഭിക്കുന്ന കാലമാണിത്. പൂർവിക സ്വത്ത് ലഭിക്കുന്നതിന് ഇടയാകും. ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാവും. താൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുന്ന സമയക്കാലം. ഇത്രയും നക്ഷത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നത്. എന്നാൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ ലഭിക്കുന്ന രണ്ട് രാശിക്കാരുടെ കാര്യം കൂടി പറയാം. വ്യാഴം ജന്മരാശിയിൽ സംക്രമിക്കപ്പെടുമ്പോൾ മിഥുനം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെ പറയാനാകും. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 7ഉം 10ഉം ഭാവാധിപനാണ്. സ്വന്തം രാശിയിൽ വ്യാഴം 2026 മാർച്ച് 11 മുതൽ വക്രസഞ്ചാരം നീങ്ങി നേർഗതിയിലേക്ക് തന്നെ വന്നു ചേരുന്നു. ഇപ്പോൾ അനുഭവിച്ചു പോരുന്ന ദേഹാരിഷ്ടതകളെല്ലാം ഒരു ആശ്വാസം ലഭിക്കുന്നതാണ്. 10ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നതിനാൽ കണ്ടക ശനിക്കാലമാണ്. ശാസ്താപ്രീതി അത്യന്താപേക്ഷികമാണ്. മാനസികമായും ശാരീരികമായും പുരോഗതി ഉണ്ടാകും. കർമ്മരംഗത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനാകും. ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുന്നതിനും പാർട്ട്നേഴ്സുമായി യോജിച്ച് മുന്നോട്ട് പോകുവാനും ദൂരദേശ യാത്രകൾ നടത്തുവാനും വിദേശ യാത്രകളും തരപ്പെടുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നത് വഴിയും തൊഴിൽ സംബന്ധമായും വിദേശയാത്ര തരപ്പെടുന്നതാണ്. പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമായും. കർമ്മരംഗത്ത് നിന്നും ധാരാളം ധനവർദ്ധനവും ഉണ്ടാവും. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലെ പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കും. അകലാനായി കാത്തിരുന്നവർക്ക് പോലും ഒന്നിക്കുന്നതായി കാണാൻ സാധിക്കുന്നതാണ്. ഇതുവരെ വിവാഹം നടക്കാതെ കാത്തിരുന്നവർക്കും ആഗ്രഹം സാധിക്കുന്നതാണ്. പുനർവിവാഹത്തിനായി കാത്തിരിക്കുന്നവർക്കും ആഗ്രഹം സാധിക്കും. ജീവിത പങ്കാളിയിൽ നിന്നും പലവിധ നേട്ടങ്ങൾ ലഭിക്കും. സന്താന സൗഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്കും ഇതുവരെയുള്ള അവസ്ഥകളിൽ നിന്നും മാറ്റമുണ്ടാകുന്നതിനും ഭാഗ്യ അനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ ഉയർച്ചകൾ ലഭിക്കും. നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകുവാനാകും. കർമ്മരംഗത്ത് പ്രകടമായ മാറ്റങ്ങൾ കാണുവാൻ സാധിക്കും. പദവി മാറ്റം, സ്ഥാനമാറ്റം, സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം. ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുത്ത് നല്ല ഭാഗ്യ അനുഭവങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകുന്ന ഒരു സമയം കൂടിയാണ്. 2026 മാർച്ച് 11 വ്യാഴം വക്രസഞ്ചാരം നീങ്ങി നേർഗതിയിലേക്ക് എത്തുമ്പോൾ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ജന്മരാശാധിപനും 10ാം ഭാവാധിപനുമായ വ്യാഴം 4ാം ഭാവത്തിൽ സുഖസ്ഥാനത്ത് സംക്രമിക്കുന്നു. ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ കാണാനാകും. ശാരീരികമായും മാനസികവുമായ പല ബുദ്ധിമുട്ടുകളെയും മാറ്റിയെടുക്കുവാനാകും. വളരെയധികം സുഖാനുഭവങ്ങൾ വന്നു ചേരും. ദൂരെയിടത്തുള്ളവർക്ക് സ്വന്തം ഭവനത്തിൽ വന്നു ചേരുന്നതിനും ഇടയാകും. ഇത്രയും നാൾ അനുഭവിച്ചു പോരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ സാധിക്കും. വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വീട് വാങ്ങുന്നതിനും ഭൂമി സ്വന്തം പേരിലാക്കുന്നതിനും ഭൂമി ക്രയവിക്രയം ചെയ്ത് ധനാഗമനം ഉണ്ടാകുന്നതിനും വാഹനം മാറ്റി വാങ്ങുന്നതിനും ഇടയാകുന്ന സമയമാണ്. എല്ലാ ക്രയവിക്രയങ്ങളിൽ നിന്നും നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകുവാനാകും. കുടുംബത്ത് സന്തോഷവും സമാധാനവും വന്നു ചേരും. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരു ആശ്വാസം ലഭിക്കുന്ന കാലഘട്ടം കൂടിയാണിത്. കർമ്മമേഖലയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. സുഖകരമായ അവസ്ഥകൾ വന്നു ചേരും. കർമ്മമേഖലയിൽ പദവി മാറ്റം, സ്ഥാനമാറ്റം, സ്ഥലമാറ്റം എന്നിവ പ്രതീക്ഷിക്കാം. ബന്ധുക്കളും കുടുംബ അംഗങ്ങളുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകുവാനാകും. ഒരു സ്ഥാനഭ്രംശം ഉണ്ടാകുന്നതിനും
ആ സ്ഥാനഭ്രംശത്താൽ സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകുവാനുമുള്ള ഒരു കാലഘട്ടമാണ് വരുന്നത്. എല്ലാ പ്രയാസങ്ങളും ദൈവാധീനത്താൽ മാറിക്കിട്ടുന്നതാണ്. ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതും സന്തോഷമായ അനുഭവങ്ങളും ഉണ്ടാകുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് വന്നു ചേരുന്നത്. ഇനി ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ ലഭിക്കുന്ന ഒരു രാശിയാണ് കന്നി രാശി. ഉത്രത്തിന്റെ 2, 3, 4 പാദങ്ങൾ, അത്തം ചിത്തിരയുടെ 1, 2 പാദങ്ങൾ ഉൾപ്പെടുന്ന കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 4ഉം 7ഉം ഭാവാധിപനായ വ്യാഴം 10ാം ഭാവത്തിൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ ചൊരിഞ്ഞു നിൽക്കുന്നു. 7ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നതിനാൽ കണ്ടക ശനി കാലമാണ്. ശാസ്താപ്രീതി അത്യന്താപേക്ഷികമാണ്. കുടുംബത്തെ സന്തോഷവും സമാധാനവും ലഭിക്കും. കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. വിവിധ മേഖലകളിൽ നിന്നും ധനാഗമന മാർഗങ്ങൾ വന്നു ചേരും. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. കടബാധ്യതകൾ വീട്ടിൽ തീർക്കുവാനാകും. രോഗാരിഷ്ടതകൾക്ക് ആശ്വാസം ലഭിക്കുന്നതാണ്. ശത്രുശല്യം കുറയും. ഏതൊരു സേവന മേഖലയായാലും അവയിൽ വിജയിക്കാനാകും. അല്പം ദൈവാധീനം നേടിയെടുത്ത് കാര്യങ്ങൾ സാധിച്ചെടുക്കേണ്ടതാണ്. 27 നക്ഷത്രങ്ങളിൽ ചില നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. വ്യാഴം അനുകൂല അവസ്ഥയിൽ വന്നു ചേരുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിനും ദൈവാധീനവുമുള്ള ഒരു കാലഘട്ടമാണ്. അത് ഇനി മുകളിൽ പ്രതിപാദിക്കാത്ത രാശികളായ മേടം, കർക്കിടകം, വൃശ്ചികം, മകരം എന്നീ രാശികളിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനം നേടിയെടുക്കേണ്ടതായുണ്ട്. 2026 ജൂൺ 2 വരെയാണ് വ്യാഴം മിഥുനം രാശിയിൽ സംക്രമിക്കപ്പെടുന്നത്. അന്നേ ദിവസം വ്യാഴം കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുകയും കർക്കിടകം രാശിയിൽ വ്യാഴം 1 വർഷക്കാലം ഉച്ചനായി സ്ഥിതി ചെയ്യുകയും ചെയ്യും. വ്യാഴത്തെ പ്രീതിപ്പെടുത്താനായി മഹാവിഷ്ണുവിന് മഞ്ഞപ്പെട്ട്, തുളസിമാല, നെയ്വിളക്ക് എന്നിവ സമർപ്പിക്കാവുന്നതാണ്. കഴിയുന്നതും വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം, മാസത്തിൽ ഒരിക്കലെങ്കിലും പാൽപായസം വഴിപാടായി സമർപ്പിക്കുന്നതും വളരെ ഉത്തമമാണ്. നിത്യേന വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഉചിതമാണ്. ഈ വീഡിയോയിൽ വ്യാഴന്റെ ഗുണാനുഭവങ്ങൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റു ഗ്രഹങ്ങളുടെ ഗുണദോഷ ഫലങ്ങൾ മാസഫലങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാസഫലങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുക. അടുത്ത ഒരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരുന്നതാണ്. നന്ദി, നമസ്തേ.